ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ഹോസ്പിറ്റലാണ്. കാർത്തിയുടെ ജീവന് വേണ്ടി കരഞ്ഞു പ്രാർത്ഥിക്കുന്ന മീനാക്ഷിയും നന്ദിനിയുമാണ് കാണിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് മൈഥിലിയെയും വൈശാഖിനെയുമാണ്. എന്തിനാ മൈഥിലി നീ എന്നെ ഇങ്ങനെ പേടിക്കുന്നത്? അതിന് ഞാൻ നിന്നെ ഒന്നും ചെയ്തിട്ടില്ലല്ലോ എന്ന് വൈശാഖ് പറയുമ്പോൾ മൈഥിലിയോട് ചെയ്ത തെറ്റിനെല്ലാം ക്ഷമ ചോദിക്കുകയാണ് വൈശാഖ്. നമ്മൾ രണ്ടുപേരും ഒന്നിച്ചു നിന്നാൽ മാത്രമേ നമുക്കെന്തെങ്കിലും ലാഭമുണ്ടാവുകയുള്ളൂ. ചെമ്പകമംഗലത്ത് ഇപ്പോഴും ആ വാളുണ്ട്. കൂടാതെ വാളും സ്വത്തുക്കളുമെല്ലാം എന്താണെങ്കിലും നിന്റെ മോൾക്ക് തന്നെ വന്നു ചേരുകയുള്ളൂ. അതുകൊണ്ട് നീ എങ്ങനെയെങ്കിലും ചെമ്പകമംഗലത്ത് തിരികെ കയറാൻ ശ്രമിക്കണം. നീ ആ കാർത്തിക്കിന്റെ കൂടെ ഒരു ദിവസം അന്തിയുറങ്ങിയെന്നൊക്കെ കേട്ടപ്പോൾ എനിക്ക് സഹിച്ചില്ല. അതാ ഞാനന്ന് അങ്ങനെയൊക്കെ ചെയ്തത്. തുടർന്ന് മൈഥിലിക്ക് ചെമ്പകമംഗലത്തേക്ക് കയറി ചെല്ലാനുള്ള വഴികളെല്ലാം പറഞ്ഞു കൊടുക്കുകയാണ് വൈശാഖ്. പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലാണ്. കാർത്തിക്കിന്റെ നില ഗുരുതരമാവുകയാണ്. തുടർന്ന് ഡോക്ടർ നന്ദിനിയുടെ അടുത്തേക്ക് വരികയും അറിയിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കാൻ പറയുകയും ചെയ്യുന്നു. എല്ലാം കൊണ്ടും ആകെ തകർന്ന അവസ്ഥയിൽ നിൽക്കുന്ന നന്ദിനിയാണ് കാണിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് ക്ഷേത്രത്തിൽ നിൽക്കുന്ന മീനാക്ഷിയും വൈഗയുമാണ്. കാർത്തിയുടെ ജീവന് പകരമായി തന്റെയും കുഞ്ഞിന്റെയും ജീവൻ തരാമെന്ന് പ്രാർത്ഥിക്കുകയാണ് മീനാക്ഷി. അങ്ങനെ ദേവിയുടെ മുന്നിൽ നിന്ന് പൊട്ടിക്കരയുന്ന മീനാക്ഷിയാണ് കാണിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലാണ്. കാർത്തിയുമൊത്തുള്ള നല്ല നിമിഷങ്ങളെല്ലാം ഓർക്കുകയാണ് നന്ദിനി. കാർത്തിക്കിന് ഇങ്ങനൊരു അവസ്ഥ വന്നത് താങ്ങാനാകാതെ പെട്ടെന്ന് തന്നെ തല കറങ്ങി താഴേക്ക് വീഴുകയാണ് നന്ദിനി. ചുറ്റുമുള്ളവരെല്ലാം തന്നെ പെട്ടെന്ന് തന്നെ നന്ദിനിയുടെ അടുത്തേക്ക് ഓടിയെത്തുന്നു. പിന്നീട് കാണിക്കുന്നത് ഡോക്ടർ നന്ദിനിയെ പരിശോധിക്കുന്നതാണ്. ഇവര് ആ ICUവിലുള്ള കാർത്തിക്കിന്റെ ബൈസ്റ്റാൻഡർ ആണെന്ന് ഡോക്ടർ പറയുകയാണ്. അതേസമയം കാർത്തിക്ക് ചെറിയ ചെറിയ മാറ്റങ്ങൾ വന്നു തുടങ്ങുന്നു. കാർത്തി കാലിന്റെ വിരലുകളൊക്കെ അനക്കുകയാണ്. ഇത് കാണുന്ന ഡോക്ടർമാർക്കെല്ലാം അതൊരു മിറാക്കിളായി മാറുകയാണ്. ഡോക്ടർമാര് ബൈസ്റ്റാൻഡറിനോട് പറയാനായി സിസ്റ്ററിനെ പറഞ്ഞ് പുറത്തേക്ക് വിടുന്നു. എന്നാൽ നന്ദിനിക്ക് ഇതുവരെ ബോധം വന്നിട്ടുണ്ടായിരുന്നില്ല. കാർത്തിക്കിന്റെ ബൈസ്റ്റാൻഡർമാർ ആരെങ്കിലും ഉണ്ടോ എന്ന് സിസ്റ്റർ ചോദിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മൈഥിലി അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.